വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ലയൻസിലന്ന ഈസ ഇബ്നു മറിയം ഇമാമൻ മുഖ്സിതൻ വഹകമൻ അദില, ഈസാ നബി അലൈഹിസ്സലാം നീതിമാനായ ഭരണാധികാരിയായി ഇമാമായി ഇറങ്ങി വരും. ഈസാ നബി ഇമാമായി വരുന്നതാണ്, ഇടരപ്പെടുന്ന ആളായിട്ട് വരുന്നതാണ്. ഈസാ നബിയാണ് തന്റെ പ്രവർത്തനത്തിന്റെ ഇടയിൽ അതാ അവൻ ചെയ്യുന്ന പ്രവർത്തനം ശിർക്ക് ഈസാ നബി ചെയ്യോ? ചെയ്യൂല. ഈസാ നബി ശിർക്ക് ചെയ്യുമോ? ചെയ്യൂല. ഈസാ നബി ശിർക്ക് ചെയ്യുമോ? ഒരിക്കലും ചെയ്യൂല. അഥവാ ശിർക്ക് പറഞ്ഞ മുഹമ്മദ് നബി തങ്ങളിൽ ഉത്തരം പറയോ? പറയൂല. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി ഈ സമൂഹം പഠിച്ചു കഴിഞ്ഞു. അതെ, പിന്നെ മൂപ്പര് പറഞ്ഞത് കഴിഞ്ഞുപോയതാണ് ചോദിച്ചത്. ഞാൻ പറയുന്നു ശിർക്കിന്റെയും തൗഹീദിന്റെയും ഇടയിൽ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ വ്യത്യാസമില്ല. എല്ലാം ശിർക്ക് തന്നെയാണ്. ശിർക്കാണെങ്കിൽ കഴിഞ്ഞ കാലത്തും പറ്റൂല, വരാനിരിക്കുന്ന കാലത്തും പറ്റൂല, ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നു, ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അതാ ഖബറിന്റെ സമീപത്ത് വന്ന് റസൂലുള്ളാഹിനെ വിളിക്കുന്നു, ചാരത്തിന്റെ സമീപത്ത് വന്ന് വിളിക്കുന്നു. ആ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് 14 നൂറ്റാണ്ട് മുൻപ് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി ഈ ഹദീസിന് വ്യക്തമായ ഒരു മറുപടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ എവിടെ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സദസ്സിൽ വെച്ച് പ്രഖ്യാപിക്കും. ഇനി ഇസ്തിഗാസ ചെയ്യൂലാന്ന് പ്രഖ്യാപിക്കും. പക്ഷേ അങ്ങനെ ഒരു മറുപടി പറയാൻ എന്റെ സഹോദരങ്ങളെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇതതിന് മറുപടിയല്ല, ഒരു പ്രത്യേക സംഭവം എന്ന മറുപടിയാവൂല. എന്തുകൊണ്ട്? അമ്പിയാക്കൾ തുടരപ്പെടുന്ന ആളാണ്, തുടരപ്പെടുന്ന ആളുകളുടെ പ്രവർത്തനം തുടരപ്പെടും. തീർച്ചയാണ് പ്രത്യേകിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം അതെല്ലാവർക്കും അറിയാം. കാരണം നിങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങിയത് അതാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഉത്തരം കൊണ്ട് നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം ഇല്ലാതെയായി. അത് സദസ്സിനോട് പറയണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഏത് ചോദ്യം? ഏതെങ്കിലും ഒരു നബി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം സഹായം തേടിയിട്ടുണ്ടോ എന്ന ചോദ്യം ഇപ്പോൾ നിലവിലുണ്ടോ ഇല്ലേ? അതിന്റെ ആൻസറാണ് പറയേണ്ടത്. ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഉണ്ട് അതാണ് പറയേണ്ടത്. ബാക്കി ഒന്നും കേൾക്കണ്ട. അത് പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, കൊടുക്കുക. അതെന്നെ പറയണം. ആ ആൻസർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആൻസർ നിലനിൽക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ. ഞാൻ ചോദിച്ചത് ചോദ്യം നിലനിൽക്കുന്നുണ്ടോ ഇല്ലേ? ചോദ്യം കേട്ടിട്ട് ഏതെങ്കിലും ആ കാലശേഷം അതിനുശേഷം ഏതെങ്കിലും മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കണം. അതിന് ശേഷം ഏതെങ്കിലും ഒരു പ്രവാചകനോ സാവധാനം ചൂടാണ്ട, വളരെ സാവധാനം. അപ്പൊ മൂപ്പർക്ക് അത്ര പ്രശ്നമുള്ളൂ. എന്നാ ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു സ്വഹാബി ചെയ്തോ എന്നുള്ള ചോദ്യം ഞാൻ പറയുന്നു, ഈസാ നബി തന്നെ ഒരു സ്വഹാബിയാകുന്നു. അപ്പൊ അതുപോരാ. അതല്ലേ വിഷയം. അതാണ് കുട്ടികൾ തല്ലുകൂടാന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പറയും നിങ്ങളെ കളി നടക്കൂല. ഇത് തൗഹീദും ശിർക്കുമാണ്. അതിന് ശേഷമോ? അപ്പൊ അതോ അതിങ്ങട്ട് അതല്ലേ ഞാൻ പറഞ്ഞതിന്റെ ഉത്തരം. ഇല്ലല്ലല്ല, എനിക്ക് ഓരോരുത്തർക്കും മൈക്ക് തരും. അപ്പൊ ചോദിക്കാം, ഇരിക്കവിടെ നിങ്ങളല്ലാന്ന് ഞങ്ങൾ സദസ്സിനോടാ പറയുന്നത്. കേട്ടില്ലേ? ഇവർ ചോദിച്ച ചോദ്യം ഞാൻ വളരെ കൃത്യമായിട്ടാ പറയുന്നത് കേട്ടോ. 3 കാര്യങ്ങൾ ഞാൻ അടിവരയിടും കേട്ടോ. 3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ ചോദ്യം ഏതെങ്കിലും ഒരു നബി കേട്ടോ, നിങ്ങളുടെ ചോദ്യം നിങ്ങൾ ബേജാറാണ്ട് ഓരോരുത്തർക്ക് മൈക്ക് തരും. എന്താ വിഷയം എന്നറിയോ? നിങ്ങളെ ചോദ്യതായിരുന്നു എന്ത്? ഏതെങ്കിലും ഒരു നബി കേട്ടോ, ഏതെങ്കിലും ഒരു നബി മരിച്ചുപോയ നബിയോട് സഹായം തേടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾ ചൂടായാലും ഞാനത് വിശദീകരിക്കും. നിങ്ങൾക്ക് എന്തിനാ ബേജാർ? നിങ്ങൾക്ക് സമയം തരൂലേ? ഇവർ ബേജാറാണ് കാര്യം. എന്തോ ഇതിന് ഇരിക്കും. ഞാൻ പറയും, മനുഷ്യന്മാരെ നിങ്ങൾക്ക് മരിച്ചു എന്ന് കേൾക്കുമ്പോ പേടിയായിട്ട് നിങ്ങൾക്ക് അറിയിരിക്കും. അവിടെ ഞാൻ പറയുന്നത് എന്താണെന്നറിയ നിങ്ങൾക്ക്, നിങ്ങൾ ബേജാറാണ് കേട്ടോളൂ. ഞാൻ നന്നായി നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നല്ല മനസ്സ് തുറന്നു വെക്കുക. ഇതിൽ യാതൊരു എന്ത് വേണ്ട, പക്ഷപാതിത്വം വേണ്ട. ഞാനങ്ങ് പറയും, തെളിവാ പറയുന്നത്.
ഇതിനല്ലെങ്കിൽ നിങ്ങൾ പ്രാമാണികമായി ഗണ്ണിക്കണം. ചൂടാവേണ്ട, ഒന്നും വേണ്ട, പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് വഷളാവണ്ട. നിങ്ങൾ ഞാൻ പറഞ്ഞതിന് ഒരു ഉത്തരം കണ്ട് പറയും. ഞാൻ നിങ്ങളെ ചോദ്യം, ആദ്യത്തെ ചോദ്യം ഏതെങ്കിലും ഒരു നബി പ്രാർത്ഥിച്ചോന്നാണ്, അതല്ലേ ചോദിച്ചത്. അതിന് ഞാൻ ഉത്തരം പറഞ്ഞു, പ്രാർത്ഥന എന്നതുകൊണ്ട് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയുള്ള പ്രാർത്ഥനയാണ്, അതിവിടെ ആരും നടത്തുന്നില്ല. അപ്പൊ നിങ്ങൾ വിശദീകരിച്ചു കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് ഏതെങ്കിലും ഒരു നബി ഏതെങ്കിലും മരിച്ചുപോയ നബിയോട് തേടിയിട്ടുണ്ടോ? അതിന് ഞാൻ വിശദീകരിച്ചു. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം എന്ന് പറഞ്ഞതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏതാ? ഒരാൾ ജീവിച്ചിരിക്കുന്നു, അയാൾ മരിച്ചോലോട് ചോദിക്കുന്നു. ഇത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താന്ന് ഉറപ്പാണല്ലോ. റസൂലുള്ളാഹിന്റെ സമീപത്ത് ഈസാ നബി വന്നു നിൽക്കുന്നു. ആ ഈസാ നബി ചോദിക്കുന്നത് റൗളയിലുള്ള ആളോടാണ്, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ സംസാരിച്ചത് തിരിയൂല. ഞാൻ മനസ്സിലായി, ഞാൻ നിങ്ങൾക്ക് പച്ച മലയാളം പോലെ വീണ്ടും പറഞ്ഞിരുന്നത് ഒന്ന് നന്നാവട്ടെ കരുതിയിട്ടാണ്. വളരെ നല്ല മനസ്സോടെ പറയുകയാണ്, എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളെ ചോദ്യം അതാണ്. എന്ത്? ഏതെങ്കിലും ഒരു നബി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള സഹായാർത്ഥം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ എന്ത് പേരിട്ടാലും കുഴപ്പമില്ല. ഞങ്ങൾ പറഞ്ഞു ഉണ്ട്. ഇനി നമുക്ക് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന, ഇമാമായി വരുന്ന, നീതിമാനായ ഭരണാധികാരിയായി വരുന്ന മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ശിർക്ക് ചെയ്യൂല. നിങ്ങൾ ഉറപ്പിക്കുന്നു, നമ്മൾ ഉറപ്പിക്കുന്നു, ഒരു തർക്കമില്ല. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം ശിർക്കായ ഒരു പ്രവർത്തനം ചെയ്യൂല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈസാ നബി റസൂലുള്ളാഹിന്റെ റൗദന്റെ സമീപത്ത് വന്ന് നിൽക്കുന്നു. ഇനി ആരോടാ ചോദ്യം? റൗദയിലുള്ള മുഹമ്മദ് റസൂലുള്ളാഹി. റൗദയിലുള്ള നബി എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന നബിയല്ലല്ലോ, അല്ലേ? മറവ് ചെയ്യപ്പെട്ടിട്ട് 14-15 നൂറ്റാണ്ടിന് ശേഷം റൗദയിലുള്ള ആ ജാരത്തിന്റെ സമീപത്ത് വന്നു നിന്ന് റൗദയിലുള്ള നബിയോട് മഹാനായ നബി ഈസാ നബി ചോദിക്കാണ്, ഓ നബിയേ, ഞങ്ങളെ സഹായിക്കണേ എന്ന് ചോദിക്കാണല്ലോ, അല്ലേ? അപ്പൊ ചോദിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ ഈസാ നബി വിളിക്കുമ്പോ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം സഹായത്തിന് വേണ്ടി തേടുകയാണ്. ഈ പേട്ടം അത് ശിർക്കാണെങ്കിൽ ഈസാ നബി ചെയ്യൂല. അത് ഞങ്ങൾ പറഞ്ഞു, അത് ശിർക്കല്ല. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെ ഒന്നാമത്തെ ചോദ്യം അപ്പൊ നിങ്ങളതിന് പറഞ്ഞത് അത് ഈസാ നബിന്റെ പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെയെല്ലാം പറയാം. മൂസാ നബി ചെയ്ത് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയും അത് മൂസാ നബിന്റെ പ്രത്യേകതയാണ്. ഇനി യാക്കൂബ് നബി ചെയ്ത് പറഞ്ഞാൽ അത് യാക്കൂബ് നബിന്റെ പ്രത്യേകതയാണ്. ഇനി ആദം നബി ചെയ്തതിൽ പറഞ്ഞു അത് ആദം നബിയുടെ പ്രത്യേകതയാണ്. ഇങ്ങനത്തെ പ്രത്യേകതയായാൽ പിന്നെ ഇവിടെ ദീനുണ്ടോ? അമ്പിയാക്കൾ വന്നത് ശിർക്ക് പഠിപ്പിക്കാനല്ലേ? അമ്പിയാക്കൾ വന്ന് തൗഹീദ് പഠിപ്പിക്കാനല്ലേ? അമ്പിയാക്കൾ വന്നിട്ട് ശിർക്കായ ഒരു പ്രവർത്തനം കാണിച്ച് പ്രത്യേകതയാണെന്ന് പറയുമോ? ഇല്ലല്ലോ. ഏറ്റവും വലിയ അമ്പിയാക്കളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി നബിതങ്ങളോട് തന്നെ ഖുർആൻ പറഞ്ഞത്, നബിയെ, നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങൾ അമൽ പൊളിയുമെന്നാണ്. അത് നബിതങ്ങൾക്ക് പോലും ശിർക്കിന്റെ ലാഞ്ചന വരുന്ന പ്രവർത്തനം പോലും പറ്റില്ല. അതുകൊണ്ട് ഈസാ നബി വിളിക്കുന്നു. ഈസാ നബി വിളിക്കുമ്പോൾ ഈസാ നബി ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നബി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം സഹായമർപ്പിച്ചോ എന്ന ചോദ്യം ഇനി നിലവിലില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഉണ്ടോ ഇല്ലേ എന്ന് കാര്യകാരണ സഹിതം നിങ്ങൾ വിശദീകരിക്കണം. അതേ ഈ സദസ്സിന് ആവശ്യമുള്ളൂ. അതുകൂടി പറഞ്ഞാൽ വിഷയം തീരുമാനമാവാൻ പോവുകയാണ്. നമ്മൾ മുഖാമുഖത്തിൽ